പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M200 എന്ന പ്രിന്ററിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വാട്ടർമാർക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ M200 എന്ന പ്രിന്ററിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് നോർമലി ഇങ്ങനെയാണ് പ്രിന്റിംഗ് ഉണ്ടാവുക. ആ പ്രിന്റിങ്ങിൻ്റെ ഡോക്യുമെന്റിൽ ഇതേപോലെ കണ്ടില്ല BNK ടെക്നോളജീസ് എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ എന്നോ അങ്ങനെ എന്തെങ്കിലും വാട്ടർമാർക്ക് പ്രിന്റിങ്ങിൽ വാട്ടർമാർക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു വേർഡ് ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തതിന് സാധാരണ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന പോലെ Ctrl+P എന്നോ അല്ലെങ്കിൽ ഇവിടെ ഫയലിൽ പോയി ഇവിടെ പ്രിന്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. അത് ജസ്റ്റ് പ്രിന്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് എപ്സൺ M200 പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കണ്ടില്ലേ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ ഈ മോർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെൻട്രലായിട്ട് കാണാൻ സാധിക്കും വാട്ടർമാർക്ക് എന്ന ഓപ്ഷൻ. നോർമലി സെറ്റിങ്സിൽ നൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. കോൺഫിഡൻഷ്യൽ, ഡ്രാഫ്റ്റ്, അർജൻറ്റ്. ഇതിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിൽ അതായത് നമ്മളെ സ്ഥാപനത്തിൻ്റെ പേരോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ആണ് നമുക്ക് വാട്ടർമാർക്കായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആഡ് ഓർ ഡിലീറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. അവിടെ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ആ നെയിം എന്നുള്ള അവിടെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ താഴെ വന്നിട്ടുണ്ട്. എന്നിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മുകളിൽ സേവ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ നമ്മളെ ടൈപ്പ് ചെയ്തത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് അത് സെലക്ട് ചെയ്താണ്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ വർക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രിൻറ്റിങ്ങിന് നിങ്ങൾക്ക് അത് ആ വാട്ടർമാർക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും പ്രോപ്പർട്ടീസിൽ പോയിട്ട് അത് നൺ എന്നുള്ളത് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ലാത്ത ഡോക്യുമെൻ്റ് ആണെങ്കിലും അതിൽ വാട്ടർമാർക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് നോക്കാം. പേപ്പർ പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. യെസ്, കണ്ടില്ലേ വാട്ടർമാർക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ സ്ഥാപനത്തിൻ്റെ പേരാണോ അത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.